ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളവും ഭരണവും ഭരണ സംവിധാനവും അഥവാ നമ്മളുടെ സിവിക്സിലാണെന്നുണ്ടെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ ആണ്. ഓക്കെ, അപ്പൊ കേരള ഗവേണൻസ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് എന്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് ഗവേണൻസിനെ പറ്റിയിട്ടാണ് അല്ലെ, അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടാണ്. ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പൊളിറ്റിക്സും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ല, അതായത് ഇപ്പൊ നമ്മൾ ഒരു വില്ലേജ് ഓഫീസിൽ പോകുന്നു. ആ വില്ലേജ് ഓഫീസിൽ നമുക്ക് കുറച്ച് സേവനങ്ങളൊക്കെ ലഭിക്കുന്നു. ഇതിന് നമ്മൾ പൊളിറ്റിക്സ് എന്നോ പറയില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് കുറച്ച് ബ്യൂറോക്രാറ്റ്സ് നടപ്പിലാക്കുന്ന എന്തോ ഒരു സംഭവമാണ് അല്ലെ. പൊളിറ്റിക്സുമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ബന്ധമുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് പൊളിറ്റിക്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ ബ്യൂറോക്രാറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ പരീക്ഷ എഴുതി ജോലി വാങ്ങിച്ച് സ്ഥിര ശമ്പളം വാങ്ങിക്കുന്ന ഒരാളായിരിക്കും. ഒരു രാഷ്ട്രീയക്കാരന് എന്തെങ്കിലും ചെയ്തു തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. എല്ലാ സമയത്തും സാധിക്കില്ല, പക്ഷെ ചില സമയത്ത് സാധിക്കും. ഓക്കെ, അപ്പൊ ബേസിക്കലി രാഷ്ട്രീയവും അഡ്മിനിസ്ട്രേഷൻ ഭരണനിർവഹണവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് രാഷ്ട്രീയപരമായിട്ട് തീരുമാനിക്കുന്ന കുറെ പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ സുപ്രീം കോടതി തീരുമാനിക്കുന്ന ജുഡീഷ്യറി തീരുമാനിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നടപ്പിൽ വരുത്തുന്നത് അതിന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. ഓക്കെ, പൊതുഭരണത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ നടപ്പിൽ വരുന്നത്. മനസ്സിലായോ? അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇപ്പൊ നമ്മളുടെ പാർലമെന്റ് അടുത്തൊരു ബില്ല് പാസ്സാക്കി അല്ലെ. എന്താണ് ആ ബില്ല്? നമ്മുടെ ഏറ്റവും പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ആദ്യത്തെ ബില്ല് വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കി. ഓക്കെ, അപ്പൊ ഈ വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് ഇത്? ഇതിന്റെ കുറെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ ഇതെല്ലാം മന്ത്രിമാരോ MLA മാരോ ഇരുന്ന് ചെയ്യുന്നതാണോ? അല്ലല്ലോ. അതിനൊക്കെ ഓഫീസേഴ്സ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഈ നയം ഒരു ബില്ല് പുതുവരെ വെച്ചാൽ നിയമം പുതിയതായിട്ട് ഒരെണ്ണം വരുന്നല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട്. പല പല ഓഫീസുകൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കേണ്ടി വരും. അപ്പൊ നമ്മളുടെ പാർലമെന്റിൽ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലൊക്കെ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? അതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നെ നമ്മളുടെ സുപ്രീം കോടതി ചില വിധികൾ പാസ്സാക്കി. ഓക്കെ, അപ്പൊ ഈ വിധികൾക്കനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കണം. ഇതാരാ നടപ്പിലാക്കുക? അതും ഉദ്യോഗസ്ഥരാണ്. അതും പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടാണ് നടപ്പിലാവുന്നത്. ഓക്കെ, അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ബേസിക്കലി എന്താണെന്നുള്ളൊരു ചെറിയ ഐഡിയ ലഭിച്ചോ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള AD അഡ് എന്ന് പറഞ്ഞതിൽ നിന്നും പിന്നെ മിനിസ്റ്ററെ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ രണ്ട് വാക്കുകൾ കൂടി ചേർന്നാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ പബ്ലിക് AD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൻഡ് മിനിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് മൊത്തം വരുന്നത്. അത് പബ്ലിക്കോ പ്രൈവറ്റോ ആയിക്കോട്ടെ. ഓക്കെ, അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് അങ്ങനെയാണ്. കൺസെപ്റ്റ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. നോക്കേ, concept of public administration നമുക്ക് നോക്കാം. Public administration as an organizational and a functional bureaucratic structure represents the state in the eyes of the public. അതായത് ഈ എന്താ പറയാ, നമ്മളുടെ ഈ ഗവൺമെന്റ് ഉണ്ടല്ലോ, ഗവൺമെന്റിലൂടെ എല്ലാ കാര്യങ്ങളും നടപ്പിലാവുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. ഓക്കെ, അതായത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംസ്ഥാനം എന്ന് പറഞ്ഞ അർത്ഥമല്ല, ഭരണകൂടം എന്ന് പറഞ്ഞ അർത്ഥമാണ്. ഓക്കെ, സ്റ്റേറ്റിനെ ഭരണഘടനയിൽ പല സ്ഥലത്തും പലതായിട്ട് നിർവചിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് പൊളിറ്റി പഠിക്കുമ്പോൾ പഠിക്കാം. അപ്പൊ ഭരണകൂടം എന്നുള്ള അർത്ഥത്തില് സ്റ്റേറ്റ് വരുന്നത്. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം പബ്ലിക്കിന്റെ കണ്ണിലോട്ട് വരുന്നത് എങ്ങനെയാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. ഓക്കെ, ഇപ്പോ ഭരണകൂടത്തിനെ നിങ്ങൾ അനുഭവിച്ചറിയപ്പോഴാ നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളവും വൈദ്യുതിയും അതുപോലെ തന്നെ എന്താണ് ദാരിദ്ര്യമായിട്ടുണ്ടാവുമ്പോ സ്റ്റേറ്റ് നടപ്പിലാക്കുന്ന പരിപാടികളിലൂടെയും പല വിധത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് പബ്ലിക്കിലേക്ക് സ്റ്റേറ്റ് എത്തുന്നത്. ഓക്കെ, അപ്പോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ is as an organizational and functional bureaucratic structure represents the state in the eyes of the public. Therefore, public administration politics is of great importance for the state. ഓക്കെ, അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി മൊത്തത്തിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് എന്ന് പറയുന്നത് വുഡ്രോ വിൽസൺ ആണ്. ഇന്ത്യയിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് എന്ന് പറയുന്നത് പോൾ എച്ച് ആപ്പിൾബേ ആണ് കേട്ടോ. പോൾ എച്ച് ആപ്പിൾബേ ആണ്. ഓക്കെ, പോൾ എച്ച് ആപ്പിൾബേ ആണ്.
ഇത്രയും കാര്യം പറഞ്ഞാലൊന്നും ഡൗട്ട് ഇല്ലല്ലോ. ഉറപ്പിച്ച് പോണം കേട്ടോ. ഇനി വുഡ്രോ വിൽസന്റെ കണ്ണുകളിലൂടെ നമുക്ക് നോക്കാം. വുഡ്രോ വിൽസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു മുമ്പത്തെ. അപ്പൊ പ്രൊഫസർ വുഡ്രോ വിൽസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ദ പയനിയർ ഓഫ് ദി സോഷ്യൽ സയൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സേസ് ഇൻ ഹിസ് ബുക്ക് ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഈ ബുക്കിന്റെ പേര് ഓർത്ത് വെച്ചിരിക്കണേ, ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇത് 1887 പ്രസിദ്ധീകരിക്കുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് ലോ. Public administration is a detailed and systematic application of law. Every particular application of law is an act of administration. അതായത് ഇപ്പൊ ഏത് തരത്തിലുള്ള ആക്ടിന്റെ ഉപയോഗവും അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ നിങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ഒരു വിവരത്തിനെ പറ്റി അന്വേഷിച്ചു, അപ്പൊ അത് നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നത് എന്താണ്? അതൊരു ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അതായത് ഇതിനെല്ലാം ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സായി കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തുന്നത് എന്തിന്റെ രൂപത്തിലാണ്? അഡ്മിനിസ്ട്രേഷന്റെ രൂപത്തിലാണ്. അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ മോസ്റ്റ് ഒബ്വിയസ് പാർട്ട് ഓഫ് ദി ഗവൺമെന്റ്. നമുക്ക് അഡ്മിനിസ്ട്രേഷനാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുക. Administration is the most obvious part of the government, and it is the government in action. Okay, ഇത് ഈ വുഡ്രോ വിൽസന്റെ ഈ വാക്കുകൾ വളരെ അർത്ഥവത്തതാണ് കേട്ടോ. It is the government in action. It is the executive, the operative, the most visible side of the government. It is the executive, the operative, the most visible side of the government. Okay, അപ്പൊ ഏറ്റവും visible ആയിട്ടുള്ള side of the government എന്ന് പറയുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. Okay, ഈ ബുക്ക് ഞാൻ തയ്യാറാക്കിയത് സിവിൽ സർവീസിന്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ സോഴ്സസ് ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ. ബുക്കല്ല, സോറി, ഈ PDF. ഇത് SCERT-ലുള്ള പോയിന്റ് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇസ് കൺസേൺഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഗവൺമെന്റ്. എൻഗ്ലാഡന്റെ കണ്ണുകളിലൂടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇസ് കൺസേൺഡ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഗവൺമെന്റ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇസ് കൺസേൺഡ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഗവൺമെന്റ്. ഇനി SCERT-ൽ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം. SCERT-ൽ എന്താണ് ഡെഫിനിഷൻ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് men and material for implementation of existing laws, governmental policies, programs and developmental projects. Governmental institutions are part of public administration. They function for the welfare of people. അതായത് നമ്മൾക്ക് പൊതുമുതലുണ്ടല്ലോ. പൊതുമുതൽ എന്ന് പറയുമ്പോൾ എല്ലാം പെടും. മനുഷ്യരുടെ അധ്വാനവും എല്ലാം പെടും. അപ്പൊ മനുഷ്യ വിഭവവും അതുപോലെ തന്നെ ബാക്കി മെറ്റീരിയൽസും എല്ലാം തന്നെ ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോസിന്റെ ഇംപ്ലിമെന്റേഷൻ, അതുപോലെ തന്നെ ഗവൺമെന്റൽ പോളിസീസിന്റെ ഇംപ്ലിമെന്റേഷൻ, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ പ്രൊജക്ട്സിന്റെ ഇംപ്ലിമെന്റേഷൻ, ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് ഇതെല്ലാം ദി ഫങ്ഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് പീപ്പിൾ. ഈ ഒരു ഭാഗം കൃത്യമായിട്ട് നോക്കണം. ബിക്കോസ് എന്താണ്? ഇതാണ് SCERT-ലുള്ള പോയിന്റ്. ഓക്കെ, ഇതാണ് SCERT-ലുള്ള പോയിന്റ്. ഇത്ര കേട്ടപ്പോ കിളി പോയി തുടങ്ങിയ പോലെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ പറയണം. എനിക്കറിയാം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അത് പക്ഷെ നമുക്ക് പഠിക്കാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല. LDC-ക്ക് ആണെങ്കിലും പിന്നെ ഡിഗ്രി ലെവലിലാണെങ്കിൽ ഡിഗ്രി ലെവലിൽ ഫിസിക്സ് അല്ലല്ലോ, സിവിക്സ് എന്ന് പറഞ്ഞ പോർഷനിലും LDC-ക്ക് ആണെങ്കിൽ കേരള ഗവേണൻസ് എന്ന് പറഞ്ഞ പോർഷനിലും സംഭവം ഉണ്ട്. കിളി പോകുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലെ? അനുശ്രീയുടെ ഒരു കാര്യം പറയാം. അനുശ്രീക്കാണ് കിളി പോയത്. അതോ ഇത് നമ്മുടെ പാർലമെന്റ് കേട്ടോ. ഈ പാർലമെന്റില് ഒരു ലോ പണ്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ്? എല്ലാ വിദ്യാർത്ഥികൾക്കും 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം നൽകണം. ഈ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം എന്ന് പറയും ഇതിന്. അപ്പൊ പാർലമെന്റിൽ ഇത് പാസ്സാക്കാൻ മന്ത്രിമാരൊക്കെ കൂടി ഇരുന്നിട്ടാണല്ലേ. കുറെ മന്ത്രിമാരും MP മാരും നമ്മൾ ആരൊക്കെ ഉണ്ട് അവിടെ? സ്പീക്കർ ഉണ്ട്, രാഷ്ട്രപതി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ കൂടി ഒരു നിയമം പാസ്സാക്കി. ഓക്കെ, ഈ നിയമം നമ്മളുടെ ഇപ്പൊ അപ്പുറത്തെ വീട്ടിലെ കുട്ടി സ്കൂളിൽ പോകുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? സ്കൂളിൽ നിന്ന് അടുത്തുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്ന് അന്വേഷിക്കും, എന്താ അവന് സ്കൂളിലൂടാത്തെ? എന്നിട്ട് അപ്പൊ പാരന്റ്സ് പറയണ ഇവന് സ്കൂളിലൂടാൻ നമുക്ക് മനസ്സിലാകും. അപ്പോ സ്റ്റേറ്റ് ഇടപെടും. എന്ത് ചെയ്യും? ശിശുക്ഷേമ സമിതിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കൊച്ചിനെ പിടിച്ചുകൊണ്ടുപോയി സ്കൂളിൽ ചേർക്കും. ഓക്കെ, അപ്പൊ പാർലമെന്റിൽ ഉണ്ടായ ഈ ലോ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആയിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ലേ? അതിനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായ? അനുശ്രീക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞേ.
മനസ്സിലാവാണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വൂഡ്രോ വിൽസൺ എന്ന് പറഞ്ഞ ഒരു ആള്, അതായത് അദ്ദേഹമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മുന്നത്തെ കാലത്ത് ഇപ്പൊ ഈ വൂഡ്രോ വിൽസന്റെ മുമ്പത്തെ കാലത്തും ബ്രിട്ടീഷ് പാർലമെന്റും ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലും പാർലമെന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പാർലമെന്റ്സിൽ ബ്രിട്ടീഷ് ഗവർണൻസ് ആണ് നടക്കുന്നത്. പല സ്ഥലത്തും പാർലമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇവര് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റി അങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. അപ്പൊ സോഷ്യൽ സയൻസും ഹിസ്റ്ററി സംഭവമൊക്കെ ഉണ്ട്, പൊളിറ്റീവ് എല്ലാം ഉണ്ട്. പക്ഷെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി കാര്യമായിട്ട് ചിന്തിച്ചില്ല. ഈ അഡ്മിനിസ്ട്രേഷനെ പറ്റി എന്താ ചിന്തിക്കുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഗവൺമെന്റ് സിസ്റ്റം നടപ്പിലാക്കണമെങ്കിൽ അതിൽ ഒരുപാട് ഉദ്യോഗസ്ഥരും എല്ലാവരും നല്ല ഇടപെട്ടിട്ടല്ലേ നടപ്പിലാവുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കുകയും അതൊരു പഠനശാഖയായിട്ട് കൊണ്ടുവരികയും ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ നല്ലൊരു ഡയറക്ഷൻ കൊടുക്കുക, ഒരു മാനേജ്മെന്റ് നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പഠിക്കണം അല്ലെ? ഇപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ ഞാനൊക്കെ MBA പഠിക്കുന്നുണ്ട്. എന്തിനാണ്? ബിസിനസ് എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബിസിനസ് സ്റ്റഡീസ്. ഓക്കെ. അപ്പൊ അഡ്മിനിസ്ട്രേഷനെ പറ്റി പഠിക്കാനായിട്ടും ഒരു ശാസ്ത്രശാഖ വേണം. ഓക്കെ. അങ്ങനെ സ്റ്റഡി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഫാദർ എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള വൂഡ്രോ വിൽസൺ ആണ്. ഓക്കെ. വൂഡ്രോ വിൽസൺ ആണ്. ഈ വൂഡ്രോ വിൽസൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറഞ്ഞത് ദ സ്റ്റഡി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന പുസ്തകത്തിലാണ്. ഈ പുസ്തകം പുറത്തു വന്നെന്നാ 1887-ലാണ്. ഓക്കെ. അപ്പൊ ഇങ്ങോരുടെ ഒരു അഭിപ്രായത്തില് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ വിദ്യാഭ്യാസ അവകാശ നിയമം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നതെന്ന്, അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ പറഞ്ഞത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ഡീറ്റെയിൽഡ് ആൻഡ് systematic application of law. ഇപ്പൊ പാർലമെന്റില് വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം പാസ്സാക്കി. അതിന്റെ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് ലോ ആണ് എന്ത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. എവറി പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഈസ് ആൻ ആക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഒരു കുട്ടീനെ അതിന്റെ പാരന്റ്സ് സ്കൂളിൽ വിടുന്നില്ലെങ്കിൽ അപ്പുറത്തെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒന്ന് അന്വേഷിക്കുന്നത് മുതൽ സ്റ്റേറ്റ് പിടിച്ചുകൊണ്ട് പോയി കൊച്ചിനെ പഠിപ്പിക്കുന്നത് അടക്കം, ഏറ്റവും കുഞ്ഞി പാർട്ട് അടക്കം എന്താണ്? ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒരു ക്ലർക്ക് ഒരു ഫയൽ മൂവ് ചെയ്യുന്നത് മുതൽ ഒരു എന്താ പറയാ ഒരു ജില്ലാ കളക്ടർ ഒരു ഓർഡർ ഇടുന്നത് വരെ എന്താണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ മോസ്റ്റ് ഒബ്വിയസ് പാർട്ട് ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റ് എന്തൊക്കെയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മളിലേക്ക് അത് എത്തണ്ടേ? ഇപ്പൊ നമ്മളുടെ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി എത്തുന്നു, കറണ്ട് എത്തുന്നു, ഇലക്ട്രിസിറ്റിയും കറണ്ടും തന്നെ. ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, കിറ്റുകൾ എത്തുന്നു, റേഷൻ വാങ്ങിക്കാൻ പറ്റുന്നു. അപ്പൊ ഇതൊക്കെ അഡ്മിനിസ്ട്രേഷനിലൂടെ അല്ലേ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഗവൺമെന്റ് എന്തോ ചെയ്യുന്നു, അവർ കുറെ പ്രസംഗിക്കുന്നു എന്ന് വെച്ചിട്ട് അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ലല്ലോ. അഡ്മിനിസ്ട്രേഷനിലൂടെയാണ് ഗവൺമെന്റ് ജനങ്ങളിലേക്ക് എത്തുക. അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയാം. എവറി പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഈസ് ആൻ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ obvious part of the government. Obvious എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ക്ലിയർ ആയിട്ടുള്ളത്. It is the government in action. It is the government in action. ഗവൺമെന്റ് ആക്ഷനിലേക്ക് വരികയാണ്. ഇറ്റ് ഈസ് ദ എക്സിക്യൂട്ടീവ്, ദ ഓപ്പറേറ്റീവ്, ദ മോസ്റ്റ് വിസിബിൾ സൈഡ് ഓഫ് ഗവൺമെന്റ്. ഇപ്പൊ മനസ്സിലായോ? ഇനി വൂഡ്രോ വിൽസൺ മാത്രമല്ല ഇതിനെ പറ്റി പറയുന്നത്. വൂഡ്രോ വിൽസൺ തുടങ്ങി വെച്ചു, പിന്നെയും കുറെ ശാസ്ത്രജ്ഞരൊക്കെ സോഷ്യൽ സയൻസ് ശാസ്ത്രജ്ഞരൊക്കെ വന്ന് അതിൽ കോൺട്രിബ്യൂഷൻസ് നടത്തി. അങ്ങനെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരാളാണ് എൻഗ്ലാഡൻ. ഇത് നമ്മുടെ SCERTക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് SCERTയിൽ ഇട്ടു. എൻഗ്ലാഡന്റെ അഭിപ്രായത്തില് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗവൺമെന്റ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ അതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ ഒരു പ്രൈവറ്റ് കമ്പനി നടത്തുന്ന അവര് അതിനുള്ള അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ, അതിനെന്തും പറയില്ല, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയില്ല. SCERTയില് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സമ്പത്തുണ്ട് അല്ലെ. അപ്പൊ അതില് മനുഷ്യ വിഭവങ്ങളും ഉണ്ട്. നമ്മളുടെ കഴിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യ വിഭവങ്ങളാണ്. അപ്പൊ ഉദ്യോഗസ്ഥരുടെ കഴിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യ വിഭവങ്ങളാണ് അല്ലെ. പിന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള വിഭവങ്ങളും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ മനുഷ്യ വിഭവങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കി മെറ്റീരിയൽസ് ആയിക്കോട്ടെ എല്ലാം തന്നെ ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. എന്ത്? എക്സിസ്റ്റിംഗ് ലോയുടെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട്. എക്സിസ്റ്റിംഗ് ലോയുടെ മാത്രമല്ല, ഗവൺമെന്റിന്റെ പോളിസീസ്, പ്രോഗ്രാംസ്, ഡെവലപ്മെന്റൽ പ്രൊജക്ട്സ്. ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ പാർട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ദേ ഫംഗ്ഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് പീപ്പിൾ. ഇതാണ് SCERT കൊടുക്കുന്ന നിർവചനം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ
is the public administration is the effective utilization of men and material for the implementation of existing laws, governmental policies, programs and developmental projects. Governmental institutions are part of public administration. They function for the welfare of the people. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, തൊട്ടപ്പുറത്തുള്ള LP സ്കൂൾ ഉണ്ടല്ലേ, അതും പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണെന്നാ പറയുന്നത്. മനസ്സിലായ? ഇപ്പൊ കിളി പോയത് കുറച്ച് തിരിച്ചു വന്നോ? അനുശ്രീ? ആ, ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നമ്മൾ കുറച്ച് നിങ്ങൾക്ക് എവിടെ വെച്ചിട്ടാണോ പ്രശ്നം തന്നെ അപ്പൊ തന്നെ പറയാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആക്കി മുന്നോട്ട് പോവാം. നമ്മൾ ഇത് ഏറ്റവും ഫസ്റ്റത്തെ ഏറ്റവും ഫൗണ്ടേഷനിലാണ്. ഇതിന്റെ മുകളിലാണ് നമ്മൾ സ്റ്റേറ്റ് സിവിൽ സർവീസിനെ പറ്റിയിട്ടും ഇന്ത്യൻ സിവിൽ സർവീസിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കാൻ പോകുന്നത്. അതൊക്കെ വളരെ ഡീപ്പായിട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പൊ ഡീപ്പായിട്ട് പോവാണ്ട് വഴിയില്ല. നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഡീപ്പായിട്ട് പോവാണ്ട് ഒരു വഴിയില്ല. അപ്പൊ ആ ലെവലിൽ തന്നെ പഠിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് എവിടെ വെച്ചാണ് ഡൗട്ട് വരുന്നത് അപ്പൊ പറയാ, ഓരോരുത്തർക്കും മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മൾ മുന്നോട്ട് പോകുന്നു. കേട്ടോ? Administrative system is needed for the governments to exist and function. അല്ലെ? അതായത് ഇപ്പൊ ഉദ്യോഗസ്ഥരില്ലാന്ന് വിചാരിക്കും, പാർലമെന്റിൽ ഇങ്ങനെ ഇരുന്ന് ലോസ് പാസ്സാക്കിയിട്ട് കാര്യമുണ്ടോ? അതൊക്കെ ജനങ്ങളിലേക്ക് എത്തണ്ടേ? അപ്പോ administrative system is for the government to exist and function. The history of public administration begin with the formation of state. അതായത് സ്റ്റേറ്റ് എന്നുണ്ടായോ അന്ന് മുതൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇപ്പൊ പണ്ട് മൊണാർക്ക് ആയിരുന്നു അല്ലെ, രാജാക്കന്മാരായിരുന്നു. അപ്പൊ രാജാവ് ഒറ്റയ്ക്ക് ഇരുന്ന് ആരിവിടെ എന്നൊക്കെ ചോദിക്കുമ്പോ ഒരു മന്ത്രി വന്നിട്ട് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കൊടുക്കുന്നില്ലേ? നമ്മൾ ട്രാവൻകൂർ ചരിത്രമൊക്കെ പഠിക്കുമ്പോ മന്ത്രി, നമ്മുടെ രാജാവിന് ഒരു ദിവാനുണ്ട്, വേലുത്തമ്പി ദളവയും ഉമ്മിണിത്തമ്പിയും രാജാ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും. ഇവരൊക്കെ ആരാണ്? അവരൊക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ആ പേരിൽ വിളിച്ചില്ലാത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോ എന്ന് എവിടെ ഭരണകൂടം ഉണ്ടായോ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസ്ഥാനം എന്ന് വായിക്കരുത്, ഭരണകൂടം എന്നുള്ള അർത്ഥത്തിൽ വേണം വായിക്കാൻ കേട്ടോ. എപ്പോ ഭരണകൂടം രൂപപ്പെട്ടോ അപ്പൊ മുതൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഉണ്ടായിട്ടുണ്ട്. Based on the difference in the form of government, we can find a difference in the public administration also. ഇപ്പൊ ഓരോ തരത്തിലുള്ള ഗവൺമെന്റുകൾ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെയുള്ള പാർലമെന്ററി ജനാധിപത്യം അല്ല മറ്റൊരു സ്ഥലത്ത് ഉണ്ടാവുക അല്ലെ, അവിടെ മൊണാർക്ക് ആയിരിക്കും ഒരു പക്ഷെ. ഗൾഫ് കൺട്രീസിലൊക്കെ ആകുമ്പോൾ അവിടെ എന്താണ്, രാജഭരണം ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് എന്തുണ്ടാവും, പബ്ലിക് അഡ്മിനിസ്ട്രേഷനും മാറ്റം ഉണ്ടാവും. During the monarchy, interest of the monarch were the basis of public administration. അപ്പോ മൊണാർക്കിയിൽ എന്താണ്, ഈ മൊണാർക്കിന്റെ അതായത് രാജാവിന്റെ അല്ലെങ്കിൽ ഏകാധിപതിയുടെ അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ബേസ് ആയിരിക്കുക. പക്ഷെ നമ്മൾ ജീവിക്കുന്ന എന്തിലാണ്? ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലാണ് അല്ലെ. അപ്പോ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ എന്തായിരിക്കും അതിന്റെ ബേസ്? ഇൻട്രസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആയിരിക്കും. However, in the democratic system, importance is given to the interests of the people. Democratic administration became more effective and efficient through public administration. Okay, അപ്പോ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനിൽ അതെല്ലാം ഇഫക്റ്റീവ് ആയിട്ട് വരുന്നത് എപ്പോഴാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്, എന്താണ്, ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയാണ്, എല്ലാവർക്കും 2 രൂപയ്ക്കും 3 രൂപയ്ക്കും ഒക്കെ ഭക്ഷണം, അരി കൊടുക്കണം, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് 5 കിലോ വീതം ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കണം. ഇങ്ങനെ ഗവൺമെന്റ് അവിടെ ഇരുന്ന് പറഞ്ഞ നടപ്പാവോ? ഇല്ലല്ലോ. അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെയാണ് ഏറ്റവും സാധാരണക്കാരനായ ജനങ്ങളിലേക്കും എത്തുന്നത്. ഓക്കെ, അങ്ങനെ എത്തുന്നത് കൊണ്ടാണ് നമുക്ക് റേഷൻ കടയിൽ പോകുമ്പോൾ അരി കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. Public administration is a cooperative group effort in public setting. ഒറ്റയ്ക്ക് ഒരു ക്ലർക്ക് വിചാരിച്ചാലോ ഒറ്റയ്ക്ക് ഒരു കളക്ടർ വിചാരിച്ചാലോ കാര്യം നടക്കുമോ? ഇല്ല. ഇതൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള effort ആണ്. Covers all the 3 branches. എല്ലാ ബ്രാഞ്ചും കവർ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ 3 ബ്രാഞ്ചസ് ഏതൊക്കെയാ? 3 ഹാൻഡ്സ് ഏതൊക്കെയാ? എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ. ഓക്കെ, ഈ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റിന്റെ 3 ബ്രാഞ്ചസ് ആണ് എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും ജുഡീഷ്യലും. എന്താണ് ഈ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ? അങ്ങനെ ആയിരുന്നു, ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല, ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. എന്താണ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, കാര്യനിർവഹണം. ശരിയാണ് നിച്ചി. ഇനി ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ
നിയമം. ഓക്കെ. ജുഡീഷ്യൽ എന്ന് പറഞ്ഞാലോ നിയമനിർമ്മാണം. ഓക്കെ. ജുഡീഷ്യൽ എന്ന് പറഞ്ഞാലോ യെസ് സ്ഥിതി. ഓക്കെ. അപ്പോ ഇതിന്റെ ഈ സ്റ്റേറ്റിന്റെ പല ഹാൻഡ്സ് ഉണ്ടല്ലോ, ഈ ഹാൻഡ്സിന്റെ ഒക്കെ എല്ലാത്തിനെയും കവർ ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ കോടതിയിലാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ ഉദ്യോഗസ്ഥരുണ്ട്. ഈ കോടതിയും പിന്നെ അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ബോഡീസും തമ്മിൽ ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. അവര് തന്നെ എക്സിക്യൂട്ടീവ് ആയിട്ട് റിലേഷൻഷിപ്സ് ഉണ്ട്. ഓക്കെ. ഇതെല്ലാം കൂടി കവർ ചെയ്യുന്ന ഒന്നാണ് എന്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹാസ് ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോർമുലേഷൻ ഓഫ് പബ്ലിക് പോളിസി is thus part of a political process. ഇപ്പോ ഒരു നിയമം നടപ്പിലാക്കണം, ഒരു നിയമം നടപ്പിലാക്കണം എന്ന് രാവിലെ ഒരു മന്ത്രി എണീറ്റപ്പോ ആലോചിച്ചിട്ട് പോയിട്ട് നടപ്പിലാക്കുന്നതല്ല. അതിന്റെ പിന്നില് ഉദ്യോഗസ്ഥർ നടത്തുന്ന സ്റ്റഡീസ് ഉണ്ട്, ഉദ്യോഗസ്ഥരെ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഉണ്ട്, അവര് പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഉണ്ട്. ഓക്കെ. അപ്പോ ഈ പബ്ലിക് പോളിസീസ് ഉണ്ടാക്കാനായിട്ട് ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കണം തീരുമാനിക്കാൻ കാരണം എന്തായിരിക്കും? അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളും എല്ലാം ഉദ്യോഗസ്ഥരുടെ കയ്യിലൂടെയാണ് പൊളിറ്റിക്സിലേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പോ ഇത് പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ ഒരു ഭാഗമാണെന്ന് പറയാം. ഹാസ് an important role in formulation of public policy and as a part of political process. ഓക്കെ. അതായത് ഇപ്പൊ ഓരോ ഗവൺമെന്റ് മാറി വരുമ്പോഴും അവരുടെ ശീലങ്ങൾക്കും അവരുടെ ഒരു വിശ്വാസങ്ങൾക്കും അവരുടെ ഒരു ഐഡിയോളജിക്ക് അനുസരിച്ചൊക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും മാറ്റങ്ങൾ ഉണ്ടാവും. പണ്ട് അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. പണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പൊളിറ്റിക്സും തമ്മിൽ കൃത്യമായിട്ടുള്ള അതിർവരമ്പ് വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നമ്മൾ പറയും സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ഒക്കെ ആയിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ചില സ്റ്റേജസ് ഉണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലാക്കേണ്ടത് പൊളിറ്റിക്സിൽ നിന്ന് പൂർണ്ണമായിട്ടും പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ മാറ്റി നിർത്തുന്നത് അസാധ്യമാണെന്ന്. ഓക്കെ. നമുക്ക് കാണാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ആൻഡ് ഓൾസോ ഡിഫറെന്റ് ഇൻ സിഗ്നിഫിക്കന്റ് വേസ് ഓഫ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താണ് വളരെ ഇമ്പോർട്ടന്റും ആണ്. പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനേക്കാളും ഇമ്പോർട്ടന്റും ആണ്. As a field of study and practice has been much influenced in recent years by human relations approach. Okay. അപ്പോൾ ഈ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി എന്ന നിലയ്ക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഹ്യൂമൻ റിലേഷൻസിന്റെ അപ്രോച്ചിലും പല പല ഡിഫറൻസസും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ന്യൂമറസ് പ്രൈവറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഇൻ പ്രൊവൈഡിങ് സർവീസസ് ടു ദ കമ്മ്യൂണിറ്റി. ഇപ്പോ നമ്മൾ പഠിച്ചിട്ടില്ലേ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഇപ്പൊ വളരെ അധികം നടത്തി വരുന്ന ഒരു കാര്യമാണ്. അപ്പോ പല പ്രൈവറ്റ് ഗ്രൂപ്പ്സ് ആയിട്ടും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യേണ്ടി വരും? ക്ലോസ്ലി എന്ത് ചെയ്യേണ്ടി വരും? ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അങ്ങനെ അടുത്ത പേജ് എടുക്കട്ടെ. കാണുന്നുണ്ടോ? ഓക്കെ. പേജ് മാറിയോ നിങ്ങക്ക്? ഓക്കെ. റോൾ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ സൊസൈറ്റി. നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, റോൾ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ സൊസൈറ്റി ആണ് നോക്കുന്നത്. എന്തിനൊക്കെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉപയോഗിക്കുന്നത്? പ്രിസർവേഷൻ ഓഫ് പോളിസി. ഇപ്പൊ ഗവൺമെന്റിന്റേതായിട്ടുള്ള പോളിസീസ് ഉണ്ട്. ഈ പോളിസീസിന്റെ പ്രിസർവേഷന് വേണ്ടിയിട്ട് ആര് വേണം? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വേണം. മെയിൻ്റനൻസ് ഓഫ് സ്റ്റെബിലിറ്റി ആൻഡ് ഓർഡർ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് സോഷ്യോ എക്കണോമിക് ചേഞ്ചസ്, സോഷ്യലും എക്കണോമിക്കലും ആയിട്ടുള്ള ചേഞ്ചസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷന് വേണ്ടിയിട്ട്, മാനേജ്മെന്റ് ഓഫ് ലാർജ് സ്കെയിൽ കൊമേഴ്ഷ്യൽ ചേഞ്ചസ്, ലാർജ് സ്കെയിൽ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുമ്പോൾ അതിന്റെ മാനേജ്മെന്റ്, എൻഷുർ ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെന്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വീക്കർ സെഷൻസ്. ഇപ്പൊ വീക്കർ സെഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ പല ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പൊ അത് നടപ്പിലാക്കുന്നത് ആര് വഴിയാണ്? അഡ്മിനിസ്ട്രേഷൻ വഴിയാണ്. ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ, ഇൻഫ്ലുവൻസ് പബ്ലിക് പോളിസീസ് ആൻഡ് ട്രെൻഡ്സ്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് ഇതുപോലത്തെ ഓരോ ഇതിലൊരു 3 സാധനം ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് മോഡൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു 1-2 തവണയൊക്കെ റോൾ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ സൊസൈറ്റി എന്നുള്ളതൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ. മനസ്സിലാക്കി വായിക്കാം. ഓക്കെ. ഇനി
അടുത്തത് SCERT പോയിന്റ്സ് ആണ് വായിക്കുന്നത് ട്ടോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അക്കോർഡിംഗ് ടു SCERT. ഗവൺമെന്റ് ഞാൻ ഈ നോട്ടില് SCERT പോയിന്റ്സ് വരുന്നിടത്തൊക്കെ പ്രത്യേകം എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് PDF ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. SCERT എഴുതിയ ഭാഗങ്ങൾ വരുമ്പോൾ അതൊന്ന് നോക്കിയിട്ട് തരണം. കുറേ കഷ്ടപ്പെട്ടാണ് നോട്ട് ഉണ്ടാക്കിയത്. എവിടെയും കിട്ടാനില്ല സംഭവം. ഓക്കെ, അപ്പൊ SCERT കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ സിവിൽ സർവീസുകാരുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷനിൽ എടുത്തവരുടെ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഉപയോഗപ്പെടുത്തുക, ഇത്രേ ഉള്ളൂ. ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഗവൺമെന്റ്സ് ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻസ് ടു വേരിയസ് പ്രോബ്ലംസ് ആൻഡ് എൻഷുർ ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ത്രൂ ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യും, പല പല പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നു. ഓക്കെ, പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, സൊല്യൂഷൻസ് കണ്ടെത്തുന്നു. ഇതെല്ലാം ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി എത്തിക്കുന്നത് എങ്ങനെയാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. ഓക്കെ, അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടുള്ള ഒരു ചാർട്ട് ഒക്കെ തന്നിട്ടുണ്ട്. ഇതാ നോക്ക്, ഇത് SCERT-ലുള്ള ഒരു ചാർട്ടാണ്. അപ്പോ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ നടുക്ക് ഇട്ടിട്ടുണ്ട്. എന്താണ് ഒരു കാര്യം? ഫോർമുലേറ്റ് ഗവൺമെന്റൽ പോളിസീസ്, എൻഷുർ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ, ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ടു പബ്ലിക് ഇഷ്യൂസ്, പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ നിങ്ങൾ പേടിക്കും. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണോ എന്നൊക്കെ. അപ്പൊ ഈ 4 പോയിന്റ്സ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റിലൊക്കെ പ്രതീക്ഷിക്കാനായിട്ട് നല്ലോണം സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ 4 പോയിന്റ്സ് വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും പഠിക്കണം കേട്ടോ. ഇനി ഗാന്ധിയുടെ ഒരു 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 കോട്ട് നമുക്ക് SCERT-യിൽ കിടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ സെൽഫ് ഡൗട്ടുകൾ വരും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറിയാവുന്നതിൽ ഏറ്റവും പൂർ ആയിട്ടുള്ള മനുഷ്യനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്നാലും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ആക്ഷൻ അത് അവൾക്ക് അല്ലെങ്കിൽ അവന് എങ്ങനെ ഉപയോഗപ്രദമാകും എന്ന് ആലോചിക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോ നിങ്ങളുടെ സെൽഫ് ഡൗട്ട് ഒക്കെ മാറും. നിങ്ങൾ പഠിക്കാതിരിക്കുക, ഇതിപ്പോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണെങ്കിലും നിങ്ങൾ പഠിക്കാതിരിക്കുന്ന നേരത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും പൂർ ആയിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് LSG സെക്രട്ടറി പോലത്തെ ഒരു റോളിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പഞ്ചായത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഇടപഴകാൻ പറ്റും. അവരുടെ ജീവിതങ്ങൾ കുറെ കൂടിയൊക്കെ സ്വാധീനിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ സ്വന്തമാക്കുന്നതിലൂടെ സാധിക്കും. അപ്പൊ പഠിക്കാതിരിക്കുമ്പോൾ ഞാൻ എന്തിനാ പഠിക്കാതിരിക്കണമെന്ന് ഒരിക്കലും തോന്നരുത്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിനും കൂടി വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. അത് എപ്പോഴും മനസ്സിൽ വേണം. ഓഫ് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, 10 മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് തീരും. അത് കഴിഞ്ഞിട്ട് ലിങ്കിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ഞാൻ പറയാം. Gandhiji expected the protection of interest of all public through administration. But several persons in our society require special consideration and protection. Okay, ഗാന്ധി എല്ലാവരുടെയും ഇൻട്രസ്റ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ, എല്ലാവരെയും പോലെയല്ല, കുറച്ച് കൂടുതൽ സോഷ്യൽ കൺസിഡറേഷൻസ് കൊടുക്കേണ്ടി വരും. He opined that public administration should consider them specially and protected them. അപ്പോ ദളിത് വിഭാഗങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകൾ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ്, ഇങ്ങനത്തെ വിഭാഗങ്ങൾക്ക് എന്താണ് കുറച്ച് കൂടുതൽ സ്പെഷ്യൽ ആയിട്ടുള്ള കൺസിഡറേഷൻ കൊടുക്കേണ്ടി വരും. ഗാന്ധിജീസ് കൺസെപ്റ്റ് ഓഫ് ഗ്രാമ സ്വരാജ് ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യസ് ഔട്ട്ലുക്ക് ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെർ constituted on this basis. Okay, അപ്പൊ ഈ ബേസിസിലാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗാന്ധിയുടെ ഏത് കൺസെപ്റ്റ് ആണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്? ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഇവല്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ആദ്യത്തെ ഒരു ഇവല്യൂഷൻ സ്റ്റേജ് 1 അത് വുഡ്രോ വിൽസന്റെ ഒരു ഔട്ട്ലുക്കിലാണ് സ്റ്റേജ് 1 ഡെവലപ്പ് ആയി വരുന്നത്. ഓക്കെ, അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിക്കോട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ എന്നാണ് അർത്ഥം. അതായത് സെപ്പറേഷൻ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, പൊളിറ്റിക്സിനെയും അഡ്മിനിസ്ട്രേഷനെയും രണ്ടായിട്ട് കണക്കാക്കണം എന്ന്. ഓക്കെ, ഇപ്പൊ സ്റ്റേറ്റിനെയും ചേർച്ചിനെയും വേർതിരിച്ച് കണക്കാക്കണം എന്ന് പറയില്ലേ, സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ചർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തില് റിലീജിയൻ സ്റ്റേറ്റിന്റെ ഫങ്ഷൻസിൽ ഇടപെടുന്നത് നിർത്തുക എന്നുള്ളത് അത് മുമ്പ് മുതലുള്ള ഇതായിരുന്നു. കാരണം എന്താണ്, പണ്ട് പോളിസീസ് ഒക്കെ കൂടുതൽ നടപ്പിലായിരുന്നത്
യൂറോപ്പിലൊക്കെ സഭയുടെ എച്ചക്കനുസരിച്ചായിരുന്നു. രാജാവിന് അവിടെ സ്ഥാനം കുറവായിരുന്നു. പിന്നീടാണ് സ്റ്റേറ്റും ചേർച്ചും രണ്ടായത്. അതായത് ചേർച്ച് ഒരു തരത്തില് പോകുന്നു, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പക്ഷെ ഭരിക്കലും കാര്യങ്ങളൊക്കെ ഭരണകൂടം ചെയ്യട്ടെ എന്നുള്ളത്. ഓക്കെ, അത് പണ്ടത്തെ കൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ പൊളിറ്റിക്സിനെയും അഡ്മിനിസ്ട്രേഷനെയും വേർതിരിക്കണം, സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പ്രൊപ്പോസ് ചെയ്ത ആള് വുഡ്രോ വിൽസൺ ആണ്. വുഡ്രോ വിൽസൺ എന്താ അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. ഹി സെഡ് politics is policy making while policy administration is policy execution. Hence he called separate study of public administration. അപ്പൊ അതുകൊണ്ട് public administration ഒരു separate study എന്ന് വിളിച്ചു. Wilson's essay was important in delineating the context of government as a field of analytical study and a generalization and the beginning of public administration as a subject. Public administration was neglected in the 19th century as the population was manageable and the administration was simple. 19th century വരെയൊക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് അത്രയും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല വുഡ്രോ വിൽസന്റെ കാരണം വരെ. കാരണം എന്താണ്? പോപ്പുലേഷൻ കുറെ കുറവാണ്, ജീവിതം കുറച്ചുകൂടി സിംപിളർ ആണ്. ഓക്കെ, പിന്നീടാണല്ലോ പോപ്പുലേഷൻ കൂടി, പല വിധത്തിലുള്ള ടെക്നോളജി വന്നു, സൊസൈറ്റി കുറെ കൂടി കോംപ്ലക്സ് ആയി. ഓക്കെ, അപ്പൊ the goals of public administration are strengthen the parts of government, that is advocacy for the science of public administration. അതായത് ഗവൺമെന്റിന്റെ പാത്ത് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുക, അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ സയൻസിനെ പറ്റിയിട്ടുള്ള ഒരു പുതിയ സ്റ്റഡി വേണം എന്നുള്ള ഒരു അഭിപ്രായം. വുഡ്രോ വിൽസന്റെ അഭിപ്രായത്തിലാണ് ഈ പറയുന്നത് മുഴുവൻ. മേക്ക് ഇറ്റ്സ് ബിസിനസ് മോർ ലൈക്ക് ബിസിനസ്, ദാറ്റ് ഈസ് പ്രീഡയലക്ഷൻ ഫോർ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഈ നമ്മുടെ പബ്ലിക് ബിസിനസ്സും കാര്യം ഉണ്ടല്ലോ, അത് കൂടുതൽ ബിസിനസ് ലൈക്ക് ആയിരിക്കണം. ഓക്കെ, പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനോട് കുറച്ചും കൂടി അടുത്ത് വരണം. സ്ട്രെങ്തൻ ആൻഡ് പ്യൂരിഫൈ ദ ഓർഗനൈസേഷൻ, crowd its duties with dutifulness, that is initiative for comparative public administration. നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ മനസ്സിലായോ? വുഡ്രോ വിൽസന്റെ അഭിപ്രായത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പൊളിറ്റിക്സും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും രണ്ടായിരിക്കണം. പൊളിറ്റിക്സ് എന്തിനാണ്? പോളിസീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്തിനാണ്? പോളിസീസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടും രണ്ടായി നിന്നാൽ മതി. ഇവര് പോളിസി ഉണ്ടാക്കുന്നു, ഇവർ നടപ്പിലാക്കുന്നു, ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവും വേണ്ട. ഓക്കെ, 19th സെഞ്ചുറി വരെയൊക്കെ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വലിയ കാര്യമായിട്ട് ചിന്തിച്ചിട്ടൊന്നുമില്ല. വുഡ്രോ വിൽസൺ ആണ് ഇതൊരു സെപ്പറേറ്റ് സ്റ്റഡി ആയിട്ട് കൊണ്ടുവരണം. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് ഗവൺമെന്റിന്റെ പാത്ത് സ്ട്രെങ്തൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സയൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു പ്രത്യേക ശാസ്ത്ര ശാഖയായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ബിസിനസ്സസ് ഉണ്ടല്ലോ, അതെന്തായിരിക്കണം? മോർ ബിസിനസ് ലൈക്ക് തന്നെ ആയിരിക്കണം. പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ പോലെ തന്നെ മോർ ബിസിനസ് ലൈക്ക് ആയിട്ടുള്ള ഇതായിരിക്കണം നടക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്? സ്ട്രെങ്തൻ ആൻഡ് പ്യൂരിഫൈ ഇറ്റ്സ് ഓർഗനൈസേഷൻ, അഴിമതിയും ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് സ്ട്രെങ്തൻ ചെയ്യുക, പ്യൂരിഫൈ ചെയ്യുക. പിന്നെന്താണ്? ഡ്യൂട്ടിഫുൾനെസ് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഇനി ബാക്കിയുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എങ്ങനെയെല്ലാം ഈ ഡ്യൂട്ടീസ് കുറെ കൂടി ഡ്യൂട്ടിഫുൾനെസ് ആക്കാം, കുറെ കൂടി ഇഫക്റ്റീവ് ആക്കാം. ഓക്കെ, ഇനി സ്റ്റേജ് 2 വരുമ്പോ, ഇത് സ്റ്റേജ് 1 ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പറ്റുള്ള സ്റ്റഡീസ് ഇങ്ങനെ പിറന്ന് വീണിട്ടേ ഉള്ളൂ. സ്റ്റേജ് 2 വരുമ്പോ എന്താണ്? കുറച്ചും കൂടി പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടുള്ള തിയറീസ് ഒക്കെ വരാൻ തുടങ്ങി. അതായത് എക്കണോമി ആയിട്ട് ബന്ധപ്പെട്ടും പല തിയറീസും വരാൻ തുടങ്ങി. ദ ആർഗ്യുമെന്റ് വാസ് administration was administration irrespective of work. വർക്ക് എന്തായിരുന്നാലും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്. പ്രിൻസിപ്പിൾസ് were independent of the nature of enterprise, personnel and ക്രിയേഷൻ തിയറി. ഏതൊരു എന്റർപ്രൈസിനെ പറ്റിയാണ്, ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് ആയിക്കോട്ടെ, നിയമവകുപ്പ് ആയിക്കോട്ടെ, എന്താണെങ്കിൽ തരും ഇറസ്പെക്റ്റീവ് ഓഫ് ആ നേച്ചറായിട്ട് ബന്ധമില്ല, പ്രിൻസിപ്പിൾസ് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് എന്ന പോലെ ആയിരുന്നു ആ പ്രിൻസിപ്പിൾ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ കുറെ പ്രിൻസിപ്പിൾസ് വരലാണ് സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടായത്. തേർഡ് സ്റ്റേജ് ആയപ്പോ എന്ത് സംഭവിച്ചെന്ന് അറിയോ? വുഡ്രോ വിൽസൺ ആദ്യം പറഞ്ഞില്ലേ എന്ത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പൊളിറ്റിക്സും രണ്ടായിട്ട് പോണെന്ന്. അത് നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതായത് എപ്പോഴും പൊളിറ്റിക്സ് ഇതിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും. അപ്പോ സെപ്പറേഷൻ ഓഫ് പൊളിറ്റിക്സ് ഫ്രം അഡ്മിനിസ്ട്രേഷൻ വാസ് റിജക്റ്റഡ്. ഇത് രണ്ടായിട്ട് കാണുന്ന ആ രീതി റിജക്ട് ചെയ്തു. സിൻസ് ദ അഡ്മിനിസ്ട്രേഷൻ ഹാസ് പോളിസി ഫോർമേഷൻ, ഇറ്റ് കാൺ ബി സെപ്പറേറ്റഡ് ഫ്രം പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ നിന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്താനൊന്നും സാധിക്കില്ല. ഓക്കെ, ആ ഒരു റിയലൈസേഷൻ നമുക്ക് ലഭ്യമാവുന്നത് സ്റ്റേജ് 3 ഓക്കെ,
മീറ്റിംഗ് ഇപ്പൊ കട്ടാവും, 2 മിനിറ്റും കൂടി ഉള്ളൂ. സോ ഈ 2 മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ ഡൗട്ടുകൾ ക്ലിയർ ആയി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അനുശ്രീ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ശ്രാവണ, നിജി, കുറച്ച് ഡ്രൈ ആണെന്ന് എനിക്ക് അറിയാം, പക്ഷെ നമുക്ക് പഠിക്കാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. ഓക്കെ ആണ്. അനുശ്രീ ക്ലിയർ ആണ്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അത് മതി. ഡ്രൈ ആണ് എന്നാലും ക്ലാസ് ക്ലിയർ ആണ്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണേ. ബിക്കോസ് ഞാൻ എല്ലാവരുടെ ലൈവ് ക്ലാസ് തന്നെ കയറാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ലിങ്കിൽ തന്നെ കയറണം കേട്ടോ. ശരി, അപ്പൊ ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞല്ലോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാട്ടാ. അപ്പൊ വൂഡ്രോ വിൽസന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. വൂഡ്രോ വിൽസൺ ആരാണ്? നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവാണ്. ഹി വാണ്ടഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ടു അണ്ടർസ്റ്റാൻഡ് the basics of administration in different stages, to learn weaknesses or virtues by comparison. എങ്ങനെയാണ് വീക്ക്നെസ്സും വിർച്യൂസും മനസ്സിലാക്കേണ്ടത്? കമ്പാരിസണിലൂടെ. To learn more about efficient administration methods of European autocracies to meet democratic challenges without force. See, നമ്മുടെ യൂറോപ്പ് ഇപ്പൊ അമേരിക്ക വരുമ്പോൾ തന്നെ അത് ഡെമോക്രാറ്റിക് ആയിട്ട് വരുമ്പോഴുണ്ട്. പക്ഷെ യൂറോപ്പിൽ ഒരുപാട് കാലത്തോളം എന്തുണ്ട്, ഒരു പ്രഭുക്കന്മാരുടേതായിട്ടുള്ള ഒരു ഭരണത്തിന്റെ ഒരു പിന്നമ്പുറമുണ്ട് അല്ലെ. Wilson wanted reforms in administration to extend to executive function. So വിൽസൺ എന്താണ് ആഗ്രഹിച്ചിരുന്നത്? വൂഡ്രോ വിൽസൺ എന്താണ് ആഗ്രഹിച്ചിരുന്നത്? എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസിലേക്കും അഡ്മിനിസ്ട്രേഷന്റെ മെത്തേഡ്സിനെ വ്യാപിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, and actions. Okay, Wilson wanted reforms in administration to extend to executive functions and methods of executive organization. See, സാധാരണ എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ ഉദ്യോഗസ്ഥരിലേക്കും അഡ്മിനിസ്ട്രേഷനെ വ്യാപിപ്പിക്കാനും അതിന്റെ മെത്തഡോളജീസ് ഒക്കെ കൊണ്ടുവരാനും ആഗ്രഹിച്ചിരുന്നു. However, his drawback was he was a proponent of administration politics dichotomy. അതായത് പുള്ളിയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനെയും പിന്നെന്താണ് അവിടെ ഇതുണ്ടല്ലോ പൊളിറ്റിക്സിനെയും വേർതിരിക്കണം, സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു അഭിപ്രായം. അതായിരുന്നു പുള്ളിയുടെ ഒരു ഡ്രോബാക്ക്. ഹിസ് തിയറി വാസ് വെയ്ഗ്. അദ്ദേഹത്തിന്റെ തിയറി ക്ലിയർ ആയിരുന്നില്ല, വെയ്ഗ് ആയിട്ടുള്ള തിയറി ആയിരുന്നു. ആൻഡ് ആംബിവലന്റ് ആൻഡ് ഡിഡന്റ് ആൻസർ വാട്ട് ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ entails. The proper relationship between administration and politics and whether administrative science can be natural science. അപ്പൊ പുള്ളിയുടെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ പുള്ളിയുടെ ഒരു തിയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വേഗമായിരുന്നു. ഇപ്പൊ പൊളിറ്റിക്സും അഡ്മിനിസ്ട്രേഷനും തമ്മിൽ ബന്ധം പാടില്ല എന്ന് പറയുന്നു. അത് എങ്ങനെയായിരിക്കണം? ഇത് ശരിക്കും ഒരു നാച്ചുറൽ സയൻസ് പോലെ തന്നെ കൊണ്ടുവരണോ? ഇപ്പൊ സയൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനായിട്ട് എന്താണ് എൻറ്റൈസ് ചെയ്യുന്നതെന്നൊന്നും പറയാനായിട്ട് വിൽസന്റെ തിയറിക്ക് സാധിക്കുന്നില്ല. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ of policies, programs and projects serve to development purpose. Okay, to serve development purpose. ഈ അഡ്മിനിസ്ട്രേഷന്റെ പോളിസീസും പ്രോഗ്രാംസ് എല്ലാം പ്രൊജക്ട്സ് എല്ലാം തന്നെയാണ് ഡെവലപ്മെന്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. കൺസേൺഡ് വിത്ത് അച്ചീവിങ് നാഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇതെല്ലാം നാഷണൽ ഡെവലപ്മെന്റിന് വേണ്ടി കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ടാസ്ക്, പ്രോസസ്സസ് ഓഫ് ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പ്ലാൻസ് ആൻഡ് പോളിസീസ്, പ്രോഗ്രാംസ്, പ്രൊജക്ട്സ്, ഇതിന്റെയൊക്കെ ഇംപ്ലിമെന്റിംഗ് ഉണ്ടല്ലോ, അതുപോലെ അതിന്റെ ടാസ്കുകൾ, പിന്നെ പലതരത്തിലുള്ള ഫോർമുലേറ്റിംഗിലുള്ള പ്രോസസ്സുകൾ, ഇങ്ങനത്തെ പല ടു അച്ചീവ് എ മിക്സ്ചർ ഓഫ് ഗോൾസ് ആൻഡ് പൊളിറ്റിക്കലി ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള ഗോൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ പൊളിറ്റിക്കലി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടും ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഓരോ പൊളിറ്റിക്സ് മാറി, ഓരോ ഭരണകൂട്ടം മാറി വരുമ്പോഴും, പൊളിറ്റിക്കൽ പാർട്ടി മാറി വരുമ്പോഴും അവരുടേതായിട്ടുള്ള കുറെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഇപ്പൊ കുറെ കാലം കോൺഗ്രസ് ഭരിച്ചു, അതിനുശേഷം BJP വരുന്നു. അപ്പോൾ അവരുടേതായ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈലിന് കുറെ വ്യത്യാസങ്ങളുണ്ട്. അവർ നോട്ട് നിരോധനം നടപ്പിലാക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും അവരുടെ ഔട്ട്ലുക്കിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും
പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ടാസ്ക് അതുപോലെ തന്നെ അവർ ഫോർമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഹാസ് ടു ഇന്റർ റിലേറ്റഡ് ടാസ്ക്. രണ്ട് തരത്തിലുള്ള ടാസ്കുകളാണ് മെയിൻ ആയിട്ടും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉള്ളത്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ്, രണ്ട് പ്ലാനിങ്. Institution building and planning. Okay. Implementation of programs to bring about modernity, progress, changes within the administrative system, which increase in its capacity. Action and goal-oriented administration system. The process of guiding towards the achievement of political, economic, and social objectives. ഇതൊക്കെയാണ് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻസിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. ഓക്കെ, കുറച്ച് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം വെച്ചിട്ടുള്ള ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. പക്ഷെ ലൂത്തർ ഗള്ളിക്കിനെ പറ്റിയിട്ടൊക്കെ ലാസ്റ്റ് തവണ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏത് എക്സാമിനാന്ന് പറഞ്ഞു, പോസ്റ്റ് കോർബിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ +2 ലെവലിൽ എന്താണെന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് ചോദിച്ചേക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ലൂത്തർ ഗള്ളിക്ക് എന്താ പറയുന്നത്? Public administration is that part of the science of administration which has to do with the government and thus concerns itself primarily with the executive branch, where the work of the government is done. Through where are obviously problems in connection with the legislative and the judicial branches. ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ഉള്ള സംഭവമാണ്. അപ്പൊ ഗവൺമെന്റിന്റെ വർക്കൊക്കെ നടക്കുന്നത് എവിടെയാണ്? എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലാണ്, ഉദ്യോഗസ്ഥ വൃന്ദത്തിലാണ് അല്ലെ, കാര്യനിർവഹണ വൃന്ദത്തിലാണ് കാര്യങ്ങളൊക്കെ നടപ്പിലാവുന്നത്. ഓക്കെ, അതിന് ഒബ്വിയസ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. എങ്ങനെയാണ്? ലെജിസ്ലേറ്റീവ് ജുഡീഷ്യൽ ബ്രാഞ്ചസുമായിട്ട് ഒബ്വിയസ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ, നമുക്ക് ഓപ്ഷനിലാണ് എക്സാം. ഓക്കെ, പക്ഷെ എന്താ പറഞ്ഞതെന്നുള്ളതിനെ പറ്റിയിട്ട് ഐഡിയ വേണം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദി സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഹാസ് ടു ഡു വിത്ത് ദ ഗവൺമെന്റ് ആൻഡ് ദസ് കൺസേൺസ് ഇറ്റ്സ് പ്രൈമർലി വിത്ത് ദ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് where the work of the government is done. Through there are obviously problems in connection with the legislative and judicial branches. ഇനി LD വൈറ്റിന്റെ അഭിപ്രായത്തിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കാം. LD വൈറ്റ് എന്താ പറയുന്നത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ consists of all those operations having for their purpose the fulfillment or enforcement of പബ്ലിക് പോളിസി. പബ്ലിക് പോളിസിയായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള എല്ലാവിധ ഓപ്പറേഷൻസും, പബ്ലിക് പോളിസിയുടെ എൻഫോഴ്സ്മെന്റും അതുപോലെ ഫുൾഫിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഓപ്പറേഷൻസും പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പരിധിയിൽ വരുന്നു. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൺസിസ്റ്റ് ഓഫ് all operations having their purpose the fulfillment or enforcement of public policy. കേട്ടോ. ഇയൻ ഗ്ലാഡൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, കാരണം എന്താ SCRT പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണല്ലോ. ഇയൻ ഗ്ലാഡൻ എന്താ പറയുന്നത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഗവൺമെന്റ്. ഇനി M. ഡിമോക്ക് എന്താ പറഞ്ഞത്? ലൈക്ക് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്, the study of public administration is a study of what people want through government and how they go about getting it. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് എന്താണ്, ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, ആൻഡ് അവർക്ക് അത് എങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ആണ് എന്ത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇൻ അഡീഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓൾസോ emphasize the methods and the procedures of management. അതിന്റെ ഒപ്പം തന്നെ മാനേജ്മെന്റിന്റെ പല പ്രൊസീജിയേഴ്സും മെത്തേഡ്സും നോക്കുന്നുണ്ട്. Thus public administration is much concerned with what government does. Okay, ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്, as it how it does it. അപ്പൊ എങ്ങനെയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഏരിയ ഓഫ് സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് വേർ ലോ ആൻഡ് പോളിസി റെക്കമെൻഡഡ് ആൻഡ് ക്യാരിഡ് ഔട്ട്. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡിയും പ്രാക്ടീസും ആണ്. എങ്ങനെ ലോയും പോളിസിയും എല്ലാം ക്യാരി ഔട്ട് ചെയ്യണതിനെ പറ്റിയിട്ട്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാവുന്നില്ലേ? FN ഇഗ്രോന്റെ അടിസ്ഥാനത്തിൽ
പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോപ്പറേറ്റീവ് ഗ്രൂപ്പ് എഫോർട്ട് കവേഴ്സ് ഒരു കോപ്പറേറ്റീവ് ഗ്രൂപ്പ് എഫോർട്ട് ഇൻ പബ്ലിക് സെറ്റിംഗ്. നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ്. covers all three branches: executive, legislative and judicial and their interrelationship. Has important role in formulation of public policy and thus part of political process. Is different in significant way from public administration and closely associated with the numerous private groups and individuals providing services to the community. നമ്മൾ നേരത്തെ കണ്ട അതേ കാര്യങ്ങളാണ് FN ഇഗ്രോന്റെ അഭിപ്രായത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, കിളി പോയി തുടങ്ങുമ്പോ പറയണം കേട്ടോ. കേട്ടോ ശ്രാവണ, അനുശ്രീ, ശ്യാമിനി. ഇനി പിഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ ഉണ്ടാ? ഇതുവരെ പോയിട്ടില്ല, പക്ഷെ ശ്രാവണയുടെ പോയി എന്നാ പറയുന്നത്. ശ്രാവണ, നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ട് പലരും ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വൂഡ്രോ വിൽസന്റെ ഡയലോഗ് അടി മാത്രം പോരല്ലോ, ബാക്കിയുള്ളവർക്ക് അവിടെ ഒരു ഗ്യാപ്പ് കാണുമ്പോൾ ഡയലോഗ് അടിക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ളവർ ഓരോരുത്തർ വന്നിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മളൊരാളുണ്ട്, ആളുടെ പേരാണ് ലൂതർ ഗള്ളിക്ക്. ലൂതർ ഗള്ളിക്ക് എന്താ പറയുന്നറിയോ? എല്ലാവരും പറയുന്നത് ഏതാണ്ട് സെയിം സംഭവം തന്നെയാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മെയിൻലി ബന്ധം ഉണ്ടാവുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ആയിട്ടാണ്. അതായത് കാര്യനിർവഹണ വിഭാഗം. ഉദ്യോഗസ്ഥർ എവിടെയാണ്? എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലാണല്ലേ. അങ്ങനെ ഗവൺമെന്റിന്റെ വർക്കൊക്കെ നടക്കുന്നത് എവിടെയാണ്? എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലാണ്. ഓക്കെ, അപ്പൊ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഒബ്വിയസ് ആയിട്ട് ലെജിസ്ലേറ്റീവും ജുഡീഷ്യൽ ബ്രാഞ്ചസുമായിട്ടും കണക്ഷൻ ഉണ്ട്. ഇനി LD ആയിട്ട് പറഞ്ഞൊരു വേറൊരാൾ വന്നു. എന്താ പറഞ്ഞേ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൺസിസ്റ്റ് ഓഫ് all those operations having their purpose the fulfillment or enforcement of public policy. പബ്ലിക് പോളിസി നടപ്പിലാക്കാനും പബ്ലിക് പോളിസി നടപ്പിലാക്കാനും അതിന്റെ എൻഫോഴ്സ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇപ്പൊ ഗവൺമെന്റ് പോളിസിയാണ് അല്ലെങ്കിൽ പബ്ലിക് പോളിസിയാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെന്നാണ് LD വൈറ്റ് പറയുന്നത്. ഇനി ഗ്ലാഡൻ പറഞ്ഞിട്ടുണ്ട്. ഗ്ലാഡൻ എന്താ പറഞ്ഞത്? ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇനി ഡിമോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്താ പറയണേ? അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് പോലെ തന്നെ ഒരു സ്റ്റഡിയാണ്. ഓക്കെ, അപ്പൊ എന്താണത്? ജനങ്ങൾക്ക് എന്താണ് ഗവൺമെന്റിൽ നിന്ന് വേണ്ടത്, അതുപോലെ ഈ ഗവൺമെന്റിൽ നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്. ഓക്കെ, ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള സ്റ്റഡിയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രാക്ടീസും കൂടിയാണ്. എന്തിനെ പറ്റിയുള്ള പ്രാക്ടീസ്? നമ്മുടെ ലോയും പോളിസിയും ഒക്കെ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നതിനെ പറ്റിയിട്ടുള്ള പ്രാക്ടീസും സ്റ്റഡിയും ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് ആര് പറഞ്ഞത്? ഡിമോക്ക് പറഞ്ഞത്. ഇനി FN ഇഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് വലിയ പരത്തി പറഞ്ഞതൊക്കെ ഈ കാര്യം തന്നെയാണ്. എന്താണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് ഗ്രൂപ്പ് ഫോർട്ടാണ് പബ്ലിക് സെറ്റിംഗിൽ ഉള്ളത്. 3 ബ്രാഞ്ചിനെയും, ഗവൺമെന്റിന്റെ 3 ബ്രാഞ്ചിനെയും കവർ ചെയ്യുന്നു. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ. ഓക്കെ, പിന്നെ അതിന്റെ ഇന്റർ റിലേഷൻഷിപ്പുകളും. ഓക്കെ, പിന്നെ എന്താണ്? പബ്ലിക് പോളിസി ഉണ്ടാക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നു. ഈ പബ്ലിക് പോളിസി ഉണ്ടാക്കുന്നത് പൊളിറ്റിക്കൽ കൂടിയാണല്ലോ. അപ്പൊ എന്താവും? പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആംഗിളും കൂടി പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ഉണ്ട്. പിന്നെ എന്താണ്? പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. മാത്രമല്ല പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനേക്കാളും സിഗ്നിഫിക്കന്റും ആണ്. ഓക്കെ, പിന്നെന്താണ്? ഒരുപാട് പ്രൈവറ്റ് ഗ്രൂപ്പുകളായിട്ടൊക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ബന്ധം വന്നേക്കാം. കമ്മ്യൂണിറ്റിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? പോയ കിളീനെ കുറച്ച് തിരിച്ചു കിട്ടിയ. ഇനി പിഫ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എന്താ പറഞ്ഞത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൺസിസ്റ്റ് ഓഫ് ഡൂയിങ് the work of the government, whether it is running an X-ray machine in a health laboratory or coining money in the mint. അതായത് ഏകദേശം ഓക്കെ, ഇനി ഒന്നും കൂടി വായിച്ചു കഴിഞ്ഞാൽ കിട്ടും, പേടിക്കണ്ട കേട്ടോ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഗവൺമെന്റിന്റെ പണികൾ ചെയ്യുന്നതാണ്. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൺസിസ്റ്റ് ഓഫ് ഡൂയിങ് ദ വർക്ക് ഓഫ് ദി ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റിന്റെ പണികൾ എന്ത് ചെയ്യുന്നതായിക്കോട്ടെ, അത് ഒരു ഹെൽത്ത് ലബോറട്ടറിയിൽ ഒരു എക്സ്റേ മെഷീൻ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ മിന്റില് മണി ഉണ്ടാക്കുന്നതോ കോയിൻസ് ഉണ്ടാക്കുന്നതോ അതെല്ലാം തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൺസിസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ദ വർക്ക്സ് ഓഫ് ഗവൺമെന്റ് ഡൺ ബൈ കോർഡിനേറ്റിംഗ് ദ എഫേർട്സ് ഓഫ് പീപ്പിൾ സോ ദാറ്റ് ദേ ക്യാൻ വർക്ക് ടുഗദർ to accomplish their set of tasks. അതായത് ഈ ടാസ്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗവൺമെന്റിന്റെ പണികളൊക്കെ ഗ്രൂപ്പ് ആയിട്ടുള്ള എഫേർട്ടിലൂടെ തീർക്കുന്നതാണ്. ഓക്കെ, ഇതാണ് പിഫ്നർ പറഞ്ഞത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഇതൊക്കെ വെച്ചിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ 2 സെൻസിലാണ് പൊതുവെ കാണുക.
രണ്ട് സെൻസിലാണ് കാണാം. ഒന്ന് വിശാലമായ അർത്ഥത്തിലും മറ്റത് നാരോ ആയിട്ടുള്ള സങ്കുചിതമായ അർത്ഥത്തിലും. ഓക്കെ, അപ്പൊ വിശാലമായിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ കാണുക നമുക്ക് നോക്കാം. വിശാലമായിട്ട് കാണുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എല്ലാം ഉൾക്കൊള്ളുന്നു അല്ലെ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ വൈഡർ സെൻസ്. ഇൻ ദിസ് വൈഡർ സെൻസ്, public administration encompasses all three branches of government, എല്ലാ ബ്രാഞ്ചുകളും including legislative, executive and judiciary. ഓക്കെ, അപ്പൊ ഈ ഒരു വ്യൂ ആണ് നമ്മുടെ വൂഡ്രോ വിൽസണും LD വൈറ്റും M ഡിമോക്കും FN ഇഗ്രോവും പിഫ്നറും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ബ്രോഡർ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് അല്ലെ. എല്ലാത്തിനും ഉൾക്കൊള്ളാന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വൈഡർ പെർസ്പെക്റ്റീവ് ആണ് അല്ലെ. അഡ്മിനിസ്ട്രേഷൻ അപ്ലൈസ് ടു ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അഫയേഴ്സ്, with the public administration specifically referring to the administrative activities of government. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക്കിനും പ്രൈവറ്റിനും ഒക്കെ ആവശ്യമുള്ളത് തന്നെ. പക്ഷേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധമുള്ളത്. അപ്പൊ വൈഡർ സെൻസ് എന്താന്ന് മനസ്സിലായല്ലോ, എല്ലാതും ഉൾക്കൊള്ളുന്നു. ഓക്കെ, ഇനി നാരോ സെൻസിൽ എന്താ പറയണെന്ന് നമുക്ക് നോക്കാം. നാരോ സെൻസിൽ എന്താ പറയണെന്ന് അറിയോ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നാരോലി ഫോക്കസ്ഡ് ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് related to the operation of government, whether at the local or central level. This perspective, as articulated by Percy M. Quinn, highlights the practical aspects of the government അഡ്മിനിസ്ട്രേഷൻ. അതായത് ഇതിൽ എല്ലാത്തിനും ഉൾക്കൊള്ളണം എന്നൊന്നും പറയുന്നില്ല. ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രം മതി. അതില് എല്ലാവരും ഉൾക്കൊള്ളണം, ഏറ്റവും ചെറിയ ഉദ്യോഗസ്ഥരടക്കം പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്, അങ്ങനെയൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഓപ്പറേഷൻസ് അത്രമാത്രം. ഓക്കെ, ഇതാണ് നാരോ സെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? Okay, okay. According to the integral perspective, administration encompasses entire activities including manual, clerical, integral perspective എന്ന് പറഞ്ഞാൽ wider perspective ട്ടോ. Manual, clerical, technical and managerial tasks, all working together to achieve specific objective, namely implementation of policies within a particular administrative domain. On the contrary, from the marginal മാനേജറിയൽ വ്യൂ പോയിന്റ്. അപ്പൊ ഇതാണ് വൈഡർ സെൻസ്. അതിനെ ഇന്റഗ്രൽ പെർസ്പെക്റ്റീവ് എന്നും പറയാം കേട്ടോ. വൈഡർ സെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം, ഇപ്പൊ നമ്മള് ഒരു പോളിസി തീരുമാനിക്കുകയാണ്, ഇപ്പൊ മറ്റേ ഭക്ഷ്യസുരക്ഷാ നിയമം ആയിക്കോട്ടെ, അപ്പൊ അതിൽ ഉൾപ്പെടുന്ന എല്ലാതും അതിൽ ഈ അരിച്ചാക്ക് ചുമക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഇനി നാരോ സെൻസ് എന്ന് പറഞ്ഞാൽ മാനേജറിയൽ ആയിട്ട് മാത്രം കാണുക. ഓക്കെ, മാനേജറിയൽ ആയിട്ട് മാത്രം കാണാം. ഫ്രം ദ മാനേജറിയൽ വ്യൂ പോയിന്റ്, administration does not consist the aggregate of all these activities related to management. Rather, it comprises മാനേജറിയൽ ആക്ടിവിറ്റീസ് ഇൻ ദ സെൻട്രൽ ഫോക്കസ്. ഓക്കെ, മാനേജറിയൽ ആയിട്ടുള്ള, അതായത് ഏറ്റവും മുകളിൽ നിന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള മാനേജറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുള്ളൂ. കോർഡിനേറ്റിംഗ് ആൻഡ് ഓവർസീയിങ്, ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, ഓവർസീ ചെയ്യാം. The others within a well coordinated enterprise. Distinguishing between these two perspectives boil down the distinction between executing task and ensuring they are executed effectively in the അതായത് ഈ രണ്ടിനെയും, ഇത് രണ്ടും എങ്ങനെയാണ് ഇഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. In the managerial perspective, the primary emphasis lies on the managerial activities, seeing it apart from the integral perspective, where administration is not merely about doing things but also accomplishing them efficiently. Key points of the integral perspective include LD White and ME DeMock, while supporters of managerial perspective, അതിലാണ് നമ്മൾ കേട്ടിട്ടുള്ള മറ്റേ ആൾക്കാരൊക്കെ, ഹെൻറി സൈമൺ, സ്മിത്ത് വർഗ് തോംസൺ ആൻഡ് ലൂത്തർ ഗള്ളിക്ക് ഒക്കെ. ലൂത്തർ ഗള്ളിക്ക് മാനേജറിയൽ പെർസ്പെക്റ്റീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോസ്റ്റ് കോർബ് ഒക്കെ പറയുന്നത് കേട്ടോ. പറഞ്ഞുതരാവേ. In the context of managerial perspective of Luther Gulick particularly stressed the significance of post corb. ഇതിന് ഓരോന്നിനും നമ്മൾ ഫുൾ ഫോം എടുക്കുമ്പോൾ അർത്ഥം വരും ട്ടോ. അതായത് P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ്. മാനേജർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിൽ മാനുവൽ വർക്കോ ക്ലറിക്കൽ വർക്കോ ഒന്നും വരില്ല. പ്ലാനിങ്, ഓർഗനൈസിങ്,
പ്ലാനിങ് വരും, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, പിന്നെന്താണ് ഡയറക്ടിങ്, കൺട്രോളിങ്, റിപ്പോർട്ടിങ് ആൻഡ് ബജറ്റിങ്. ഓക്കെ. അപ്പൊ പോസ്റ്റ് കോർബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോർട്ട് ഫോം കോയിൻ ചെയ്ത ആളാരാ? ലൂതർ കള്ളിക്ക്. ഇത് പ്രീവിയസ് ഇയർ ആണേ. ഞാൻ ഈ പഠിപ്പിക്കുന്നതൊക്കെ എവിടെന്നാ, ഇതൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ പോസ്റ്റ് കോർബിന്റെ ഫുൾ ഫോം വേണം. ഈ പോസ്റ്റ് കോർബ് ആരോടാ പറയുന്നത്? മാനേജറിയൽ ആയിട്ടുള്ള ആളുകളോടാണ് അല്ലേ? സാധാരണ ഒരു ക്ലർക്കിന് ഇതിനെ പറ്റി കൺസേൺഡ് ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതെല്ലാം മാനേജറിയൽ ഏരിയയിൽ നടക്കും. ഓക്കെ. അത് നാരോസ് പെർസ്പെക്റ്റീവ് ആണ്. അതായത് മാനേജറിയൽ പെർസ്പെക്റ്റീവ് ആണ്. വൈഡർ സെൻസിലാവുമ്പോ നമ്മുടെ വുഡ്രോ വിൽസൺ, എൽ.ഡി. വൈറ്റ് പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് എന്താ? അതിലുള്ള മാനുവൽ വർക്കും ക്ലറിക്കൽ വർക്കും ഉൾപ്പെടെ എല്ലാം അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണെന്നാണ്. ഓക്കെ, മനസ്സിലായല്ലോ? Furthermore, according to Nigro, Wilson and White, public administration can be succinctly defined as government. അതായത് മൊത്തത്തിൽ ഗവൺമെന്റ് ആയിട്ട് പറയാം. It can be viewed as a science in terms of knowledge and in art in terms of practical application. Okay, നോളജിന്റെ അടിസ്ഥാനത്തിൽ ഒരു സയൻസ് ആയിട്ടും പറയാം അഡ്മിനിസ്ട്രേഷനെ. പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യണതിന്റെ കാര്യത്തിൽ ഒരു ആർട്ടായിട്ടും പറയാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിഫറൻഷിയേറ്റ്സ് ഇറ്റ്സെൽഫ് ഫ്രം പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട്. Through factors such as accountability. See, നമ്മളുടെ അപ്പുറത്തെ ഒരു ചായപ്പൊടി കമ്പനിയിൽ എത്ര കാശ് ചായപ്പൊടി ഉണ്ടാക്കാനുള്ള മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്നൊക്കെ നമുക്ക് പോയി ചോദിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഗവൺമെന്റ് എന്ത് കാര്യം നടത്തിയാലും ഇതിന് എത്ര കാശ് ചെലവഴിച്ചു, ഇതിന് ആരെ നിയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതാണ് അക്കൗണ്ടബിലിറ്റി. ലെസ്സർ ഫോക്കസ് ഓൺ പ്രോഫിറ്റ് മോട്ടീവ്സ്. ഇപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടുന്നതിൽ ലെസ്സർ ആയിട്ടുള്ള പ്രോഫിറ്റ് മോട്ടീവ്സ് ലെസ്സർ ആയിരിക്കും. പക്ഷെ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനോ കൂടുതലും പ്രോഫിറ്റ് എയിം ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. ആൻഡ് എ ഹയർ ലെവൽ ഓഫ് പബ്ലിക് റെസ്പോൺസിബിലിറ്റി. പബ്ലിക്കിനോടുള്ള റെസ്പോൺസിബിലിറ്റി പ്രൈവറ്റിനേക്കാളും കൂടുതലാണ്. കോൺസിക്വന്റ്ലി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ ആക്ഷൻസ് ഓഫ് ഗവൺമെന്റ് എൻകംപോസിംഗ് ദ execution of laws and the performance of high level executive functions to achieve the public good. ഇത്രയും ഓക്കെ ആണോ? കിളി പോയോ? ഒന്ന് പറഞ്ഞേ, പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ ആണോ? ഓക്കെ. These two viewpoints exhibit notable differences. When one subscribes to integral perspective, they gain a comprehensive understanding of the entire administrative system. See, ഒരാൾ wider perspective അഥവാ integral perspective നോക്കുകയാണെങ്കിൽ അയാൾക്ക് comprehensive ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും അല്ലെ? Spanning across various spheres and different organizations. On the other hand, the adherence of managerial viewpoint contend that administration entails the organization and the utilization of both human resources and materials to achieve predetermined objective. It is considered a specialized responsibility of managers whose primary function is to organize, mobilize resources to accomplish specific goals. Managerial perspective അഥവാ narrower perspective നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ട് മാനേജറിയൽ ഫംഗ്ഷൻസിനെ മാത്രം നോക്കുന്നുള്ളൂ. നിങ്ങൾ ഇതിനെപ്പറ്റി മാനേജറിയൽ പെർസ്പെക്റ്റീവിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ക്ലർക്കോ VFA ചെയ്യണ പണിയൊന്നും നോക്കണ്ട. പക്ഷെ ഏറ്റവും മുകളിൽ കളക്ടറോ അങ്ങനത്തെ ആൾക്കാരൊക്കെ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ മതി. ഓക്കെ. Nonetheless, it is essential to acknowledge that neither the integral view nor the marginal view is free of shortcomings. രണ്ടൊരു പ്രശ്നങ്ങളുണ്ട്. The precise meaning of administration hinges on the context which operates. In this context, M.V. Digmock, Geo Dimmock and L.W. Keening have distilled the concept of three distinct facets. അത്രയും പോണ്ടാന്ന് തോന്നുന്നു. നോക്കാം. അപ്പൊ 3 തരത്തിലാണ് ആരൊക്കെ പറഞ്ഞെന്ന് നോക്കട്ടെ. 3 തരത്തിലാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ തിരിച്ചിട്ടുള്ളത്. അപ്പൊ അത് എന്തൊക്കെയാന്ന് നോക്കിയാൽ മതി. ആരൊക്കെ പറഞ്ഞെന്ന് നോക്കണ്ട കേട്ടോ. As a study, it involves the examination of the government's efforts. As a study, it involves the examination of government's efforts to enforce laws and implement public policies. ഒരു സ്റ്റഡി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് ഗവൺമെന്റിന്റെ ആ ഒരു റോൾ ഉണ്ടല്ലോ, ഗവൺമെന്റിന്റെ ഈ ഫോർട്ടുകൾ അത്
അത് എക്സാമിൻ ചെയ്ത് എങ്ങനെയാണ് പബ്ലിക് പോളിസീസ് ഒക്കെ നടപ്പിലാക്കേണ്ടതെന്നുള്ള പഠനം. ഓക്കെ, ഒരു പ്രോസസ് ആയിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇറ്റ് എൻകംപോസസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഏജൻസീസ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്. ഈ ഒരു പോളിസി ഒക്കെ നടപ്പിലാക്കുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പല ഏജൻസീസ് ഉണ്ടല്ലോ, അതായത് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടോ ലെജിസ്ലേറ്റീവ് ഘടകങ്ങൾ ഉണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും അതിനെ പറ്റിയിട്ട്. ഓക്കെ, ഇനി ആസ് എ വൊക്കേഷൻ, ഒരു വൊക്കേഷൻ ആയിട്ട് കാണുമ്പോൾ നമ്മൾ എന്താണ്, it retains the organization and direction of the activities of others within a public agency. Okay, അതായത് ഏതൊക്കെ തരത്തിലാണ് അത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻസ്, അതിന്റെ ഡയറക്ഷൻസ് എങ്ങനെയുണ്ട്, അതിന്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ആസ് എ വൊക്കേഷൻ നമുക്ക് നോക്കുമ്പോൾ കാണേണ്ടത്. ഇൻ ബ്രീഫ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ is the implementation of government policies and management of public programs and services. It plays crucial role in functioning of the government and the delivery of services to the public. The nature of public administration can be understood through key characteristics. Okay, ഇനിയുള്ള കാര്യങ്ങൾ പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പബ്ലിക് ഇൻട്രസ്റ്റ്. എന്തിനാണ് പബ്ലിക് പോളിസീസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്? അത് പ്രൈമറി ആയിട്ട് അതിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്. ഇറ്റ് എക്സിസ്റ്റ് ടു സെർവ് ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ സിറ്റിസൺസ് ആൻഡ് ദി കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. മൊത്തത്തിലെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ാണ്, അതുപോലെ തന്നെ ജനങ്ങളുടെ വെൽബീയിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉള്ളത്. അപ്പൊ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ആണ്. ഇനി എന്താണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി? പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, എന്തായാലും എപ്പോഴും പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി വേണമെന്നാണ് നമ്മൾ ഐഡിയൽ സിറ്റുവേഷൻസിൽ പറയാം. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, നമ്മളിപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇത് പാടില്ല എന്നൊക്കെ നിർബന്ധമുണ്ട്. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് എക്സ്പെക്ടഡ് ടു ബി politically neutral. Public administration are often required to implement the policies and decisions made by the elected officials. അപ്പൊ ഇലക്ടഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസിന്റെ പോളിസീസും ഡിസിഷൻസും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും, റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഓൺ പൊളിറ്റിക്കൽ ബിലീഫ്. ഇപ്പൊ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ്, പക്ഷെ എന്റെ എന്താ പറയാ, ഞാൻ അനുസരിക്കേണ്ട MLA അല്ലെങ്കിൽ മന്ത്രി എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ അനുസരിച്ചേ പറ്റൂ. ഓക്കെ, their role is to provide continuity and stability in the government operation. പിന്നെ hierarchy and bureaucracy, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹൈറാർക്കി ആൻഡ് ബ്യൂറോക്രസി. അതായത് ഹൈറാർക്കി ഉണ്ടാവും. ഇപ്പൊ ഞാനൊരു ക്ലർക്ക് ആണെങ്കിൽ എനിക്ക് മീതെ, ഞാൻ LD ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മീതെ ഒരു UD ക്ലർക്ക് ഉണ്ടാവും, അല്ലെ? അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ആരുണ്ടാവും, അതിന് മുകളിലുള്ള ആളുണ്ടാവും. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെ ആളുകൾ ഉണ്ടാവും. ഇപ്പൊ വില്ലേജ് ഓഫീസർ ആണെങ്കിൽ അതിന്റെ മുകളിൽ തഹസിൽദാർ ഉണ്ടാവും. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ typically follows the hierarchical structure with a clear chain of command. ഉണ്ടാവും. Bureaucratic principles are often used to organize and manage government agencies with rules, regulations and procedures in place to ensure efficient and consistent operations. പിന്നെ മറ്റൊന്നാണ് റൂൾ ഓഫ് ലോ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്പറേറ്റ്സ് വിതിൻ ദ framework of rule of law. Decisions and actions must be consistent with the laws and regulations of the land. This ensures accountability, fairness in the government operations. നമ്മൾ ഒരു റൂൾ ഓഫ് ലോ അനുസരിച്ചേ മതിയാവുള്ളൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നവര്. Okay, service orientation. Public administration is oriented towards providing services in the public. This can include a wide range of services such as education, healthcare, transportation, and more. Efficiency, effectiveness, and responsiveness to citizens need the key considerations. Okay, transparency and accountability. Public administration should be transparent in its operations and accountable for its action. Citizens have the right to know how the government agencies function. അപ്പൊ അതിന് തുടർന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, നമുക്ക് എന്താണ് വിവരാവകാശ നിയമം, കേട്ടോ? അപ്പൊ നമ്മുടെ ടാക്സ് പണി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാവുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസിയും പിന്നെന്താണ് അക്കൗണ്ടബിലിറ്റിയും വളരെ important ആണ്. Resource management. Public administration involves the allocation of management of resources including budgetary and human. 10 മിനിറ്റുള്ള മീറ്റിംഗ് തീരും, പക്ഷെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞ് തീർക്കാൻ നോക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ ക്ലാസ് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ റിസോഴ്സുകളൊക്കെ സെൻസിബിൾ ആയിട്ട് മാനേജ് ചെയ്യണം. പിന്നെ എന്താണ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യണം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം?
ഗവൺമെന്റിന്റെ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എന്താണ് അവരതിന് റെസ്പോൺസിബിൾ ആണ്. പിന്നെ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. In many democratic systems, citizen participation in public administration is encouraged. This can take form of public hearings, consultations, feedback mechanisms, allowing citizens to have a say in the government decision-making process. അതായത് ഇപ്പൊ ഗ്രാമസഭകളൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ സിറ്റിസൺസിന് നേരിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ തന്നെ അദാലത്തുകൾ സംഘടിപ്പിക്കും, പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിക്കും. ഇതൊക്കെ എന്തിനാണ്? സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ encourage ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Ethical consideration. Public administrators are expected to adhere the high ethical standards. This includes avoiding conflicts of interest, maintaining integrity, and ensuring that decisions are made in the best interest of the public. Okay. ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളൊന്ന് ഓർത്ത് വെച്ച് നോക്കണേ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ IIPA സൈറ്റിൽ നിന്നാണ് ഞാൻ മാക്സിമം മെറ്റീരിയൽസും എടുത്തുകൊണ്ടിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു മാർച്ച് 29, 1954 നിലവിൽ വന്നത്. നമ്മുടെ പോൾ എച്ച് ആപ്പിൾബേ ഇല്ലേ, പേര് ഓർമ്മയുണ്ടോ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെ പിതാവാണ്. ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ ഒക്കെ ബേസിസിലാണ് വന്നത്. ഉണ്ടാക്കിയിട്ടുള്ളത് സൊസൈറ്റീസ് ആക്ട് 1960 ഓക്കെ. ജവഹർലാൽ നെഹ്റു മാർച്ച് 29 ഇനോഗ്രേറ്റ് ചെയ്തത്. ഇതിന്റെ സ്ഥലം എവിടെയാണ്? ഇന്ദ്രപ്രസ്ഥ എസ്റ്റേറ്റ്, ഡൽഹി. കേട്ടോ. ഇനി വേറൊരു സ്ഥാപനമുണ്ട്. SR മഹേശ്വരി ആണ് കേട്ടോ ഇതിനെപ്പറ്റി കുറെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പുള്ളിക്കാരി. ഭയങ്കര സ്കോളറാണ്. ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി PAC എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് 1994 ഡോക്ടർ സാമുവൽ പോൾ ആണ് ഉദ്ഘാടനം ചെയ്തത്. ബാംഗ്ലൂരുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ. രജിസ്ട്രേഡ് അണ്ടർ കർണാടക സൊസൈറ്റീസ് ആക്ട്, രജിസ്ട്രേഷൻ ആക്ട് 1960. ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ A. രവീന്ദ്ര IAS ആണ്. ഓക്കെ. ഓർഗനൈസേഷൻ ദാറ്റ് പബ്ലിഷസ് പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു PAC എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇനി പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഓരോ സ്റ്റേറ്റിലെയും ഗവർണൻസിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് അത് ഒരു ഡാറ്റാബേസിലൂടെ ആണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ അതിൽ പല പല കാര്യങ്ങളും നോക്കും. പബ്ലിക് ഹെൽത്ത്, എൻവയറൺമെന്റ്, ഹൗസിംഗ്, സിവിൽ റൈറ്റ്സ്, ഇന്റർനാഷണൽ കൊമേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ബ്യൂറോക്രസി ഞാൻ ഈ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. ഇത് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കാനുള്ള എല്ലാവിധ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ബ്യൂറോക്രസി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതിന്റെ റെസ്റ്റ് പോരെ? അത് മതി. അവിടെ രക്ഷപ്പെട്ട പോലെ. ഇനി നമുക്ക് ബ്യൂറോക്രസി പഠിക്കണം. ബ്യൂറോക്രസി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് സിവിൽ സർവീസ് പഠിക്കണം, പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസ് പഠിക്കണം, KSR പഠിക്കണം. എന്തൊക്കെ പഠിക്കാണ്ടെന്നറിയോ? KSR പഠിക്കുമ്പോ അത് പല കാര്യങ്ങളും പഠിക്കാണ്ട്. എന്താണ് സബോർഡിനേറ്റ് സർവീസ് എന്താന്നൊക്കെ പഠിക്കണം. ഓക്കെ. കൊറേ പഠിക്കാണ്ട്. നല്ല ഡെപ്ത് ഉള്ള സിലബസാ. ഓക്കെ. ആരും പഠിക്കണ്ട, കൊറേ പഠിക്കാണ്ട്. ഓക്കെ. അപ്പൊ അറിയാം കുറച്ച് പാടാണെന്ന്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ PDF എടുത്തു വെച്ച് വായിക്കും. അപ്പൊ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും കേട്ടോ. പേടിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ. ഓക്കെ പിള്ളേരെ, അപ്പം കാണാം. മീറ്റിംഗ് എൻഡ് ചെയ്യണേ. വായിക്കണം. ഓക്കെ. താങ്ക് യു എവരിവൺ.